മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ വിഷുവാണ്. കണ്ണനെ കണി കണ്ടുണരാം. വിഷുക്കാലത്ത് മലയാളികൾക്ക് കണി കണ്ടുണരാൻ കൃഷ്ണന്മാർ റെഡിയാണ്. വൈവിധ്യമാർന്ന നിറക്കൂട്ടുകൾ കൊണ്ട് ഫൈബറിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന വിഗ്രഹങ്ങൾ ഈ ഒരു സമയത്ത് തെരുവിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നിറയെ കാണാനായി സാധിക്കും. എന്തായാലും എല്ലാ കാലവും എല്ലാ വിഷുക്കാലത്തും ഇതെല്ലാം വിപണികൾ കീഴടക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം കണ്ടു. സ്കൂട്ടറിലിരിക്കുകയാണ് ഒരു ഭാര്യയും ഭർത്താവും. ബാക്കിലിരിക്കുന്ന ഭാര്യയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നത് പോലെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹവും കൊണ്ടുള്ള ഒരു യാത്ര വളരെ രസകരമായി തോന്നി. എന്തായാലും ഇതിൻ്റെ വിലയുമൊക്കെ മനുഷ്യന് താങ്ങുന്നതിനും അതിനുമപ്പുറം 13,000 രൂപ വരെ, അതായത് 250 രൂപ മുതൽ 13,000 രൂപ വരെയുള്ള ഒരു വിലയിലാണ് ഈ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളെല്ലാം ലഭിക്കുന്നത്. കണി വയ്ക്കാനുള്ള കൊന്നപ്പൂക്കൾക്ക് വേണ്ടി ഇനി കൂടുതൽ നമ്മൾ അലയേണ്ട, ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ തുണി കൊണ്ടുള്ള കൊന്നപ്പൂക്കളും വിപണിയിലെത്തിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ ഈ ഓണം പോലെ തന്നെ ഈ വിഷുവുമെല്ലാം ഒരു വിപണിയുടെ ഒരു മേൽക്കൈ നമുക്ക് എല്ലാ മേഖലയിലും കാണാൻ സാധിക്കും. ഉടയാടകൾ അണിഞ്ഞ് ഓടക്കുഴലുമേന്തി നിറപുഞ്ചിരി തൂകുന്ന കണ്ണന്മാർ നിരത്തുകളിൽ സുലഭമായി. കണ്ണെത്തുന്നിടത്തെല്ലാം കണ്ണൻ്റെ സാന്നിധ്യമാണ്. ഓരോ കണ്ണനും ഓരോ ചേല്. വിഗ്രഹങ്ങൾ തേടിയെത്തുന്നവർക്ക് കയ്യിലൊതുങ്ങുന്ന ചിലവിൽ കണ്ണനെ സ്വന്തമാക്കാം. 13,000 രൂപ വില വരുന്ന വലിയ കണ്ണനാണ് വിപണിയിലെ താരം. കണിവയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിഗ്രഹങ്ങൾ വാങ്ങാനുള്ള തിരക്കാണെങ്ങും. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. ആൾക്കാർ നല്ലോണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ ഇന്നലെയൊക്കെ പോകുമ്പോൾ 11 മണിയായി. കാരണം ഈ പകൽ സമയങ്ങളിൽ കുറച്ച് ചൂടിൻ്റെ ഒരു പ്രശ്നത്തിൽ ഒന്ന് വരാൻ ഇത്തിരി വൈകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3-4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. വിലയൽപ്പം കൂടിയ, നിലത്തു വീണാൽ അത്ര പെട്ടെന്നൊന്നും പൊട്ടാത്ത വിഗ്രഹങ്ങൾക്കാണ് ഡിമാൻഡ്. ഒരു തവണ വാങ്ങി പൊട്ടാതെ സൂക്ഷിച്ചാൽ അടുത്ത തവണയും ഇതേ വിഗ്രഹം കണി കാണാം. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കണ്ണനെ കണി കണ്ടുണരാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. അമൃത ന്യൂസ്, കൊച്ചി.